വളരെ ശക്തിയേറിയ മത്സരം നടക്കുന്ന, വാശിയേറിയ മത്സരം നടക്കുന്ന, അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന ഒരു മണ്ഡലമായിട്ട് തൃശ്ശൂർ അടയാളപ്പെടുത്തി കഴിഞ്ഞു. അതിൽ ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയുടെ പേരിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് കടന്നിട്ടില്ല എങ്കിലും ആരാണ് UDFിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നത് ചുവരെഴുത്തുകൾ വളരെ വ്യക്തമാണ്. നമുക്കൊപ്പം സിറ്റിംഗ് MP ആയ TN പ്രതാപൻ ചേരുന്നു. ഏതാണ്ട് താങ്കളുടെ പേര് അത് തന്നെ മണ്ഡലത്തിൽ മുഴങ്ങി നിൽക്കുന്നു. ആ രീതിയിലേക്ക് തന്നെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും. തീർച്ചയായിട്ടും നാളെയോടുകൂടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ സ്ക്രീനിംഗ് കമ്മിറ്റി കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ ഐകകണ്ഠമായ പട്ടിക ഓൾറെഡി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞു. ഇന്ന് രാത്രിയും നാളെ രാവിലെയുമായി ഈ നാഷണൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം നടക്കും. നാളത്തോടുകൂടെ സ്ഥാനാർത്ഥികൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. എന്താണ് സ്വയം വിലയിരുത്തുമ്പോൾ MP എന്ന രീതിയിലേക്ക് എത്രമാത്രം ഒരു ആത്മവിശ്വാസത്തോടെ കടന്നില്ല? എനിക്ക് തൃശ്ശൂരിൽ ഭയങ്കര കോൺഫിഡൻസാണ്. ഒന്ന്, ഞാൻ ജനിച്ച മണ്ണാണ്, ജീവിച്ച മണ്ണാണ്. ഞാൻ തലക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ പാർലമെന്റ് മെമ്പറായിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് നാട്ടിക ശ്രീനാരായണ കോളേജിൽ പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറെ മത്സരിച്ച ആളാണ്. വളരെ ചെറിയ പ്രായത്തിൽ വിദ്യാർത്ഥി പ്രവർത്തകനായിരിക്കുമ്പോൾ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എൻ്റെ ഗ്രാമത്തിൽ പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്. പിന്നീട് ഞാൻ കോൺഗ്രസിൻ്റെ എല്ലാ തലങ്ങളിലും മണ്ഡലം പ്രസിഡന്റ്, ബൂത്ത് പ്രസിഡന്റ്, പിന്നെ ബ്ലോക്ക് പ്രസിഡന്റ്, DCC പ്രസിഡന്റ് ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. 15 തവണ MLA ആയിരുന്നു, MP-യുമായി. സ്കൂൾ പാർലമെന്റ് മെമ്പർ മുതൽ ഇന്ത്യൻ പാർലമെന്റ് മെമ്പർ വരെ പ്രവർത്തിച്ച് ഈ ജില്ലയിലെ മുക്കിലും മൂലയുമുള്ള ആളുകളെ തൊടാൻ, തലോടാൻ, സ്പർശിക്കാൻ, കൂടെ നിർത്താൻ. രാഷ്ട്രീയം വേറെ, രാഷ്ട്രീയമായിട്ട് നമുക്ക് യോജിപ്പുള്ളൂ. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച എൻ്റെ കാലത്ത് വിദ്യാർത്ഥി രംഗത്തുണ്ടായിരുന്ന, ഞാൻ പഠിച്ച കോളേജിൽ മാത്രമല്ല, അല്ലാത്ത കേരളവർമ്മ കോളേജിൽ, സെൻറ് തോമസ് കോളേജിൽ, സെൻറ് എലിഷ്യസ് കോളേജിൽ, ക്രൈസ്റ്റ് കോളേജിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് കോളേജിൽ പഠിച്ച അന്നത്തെ വിദ്യാർത്ഥി പ്രവർത്തകരായ SFIക്കാർ, ASFകാർ, ABVPക്കാർ ഉൾപ്പെടെയുള്ള അങ്ങനെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയുമായി പതിറ്റാണ്ടുകളുടെ ആത്മബന്ധം പുലർത്തുന്ന ആളാണ് ഞാൻ. ഒരിക്കലും ഒരു പൊതുപ്രവർത്തകൻ, ജനപ്രതി എന്ന നിലയിൽ എൻ്റെ ജനപ്രതിനിധി പ്രവർത്തനത്തിന് രാഷ്ട്രീയ കൊടി അടയാളം ഉപയോഗിക്കാറില്ല. എന്നെ ആർക്കും സമീപിക്കാം. എൻ്റെ വീടിന് മതിലില്ല, ഗേറ്റില്ല, ആൾ സ്റ്റേഷൻ പട്ടിയില്ല. എൻ്റെ മനസ്സിലും അതിലും വേലിയില്ല ആൾ സ്റ്റേഷൻ പട്ടി. അതുകൊണ്ട് എനിക്ക് തൃശ്ശൂരിൽ ആളുകളോട് അടുത്തുള്ളൊരു ഇൻറ്റിമസി, ആത്മബന്ധവും അത് അപ്പുറത്ത്, വാക്കിനപ്പുറത്താണ്. ഞാനിപ്പോൾ 12 ദിവസമായി തൃശ്ശൂരിലെ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലായിടത്തും പോകണം. ഓരിച്ചൊരിയൊന്നും വെയിലത്ത് ഇതെന്ന് പറഞ്ഞാൽ 36-37 എന്നെ ഒരുപാട് പേര് അഡ്വൈസ് ചെയ്തു. ഡോക്ടർമാരെ അഡ്വൈസ് ചെയ്തു, സുഹൃത്തുക്കൾ അഡ്വൈസ് ചെയ്തു. വളരെ സീനിയറായ, എൻ്റെ ഒരു ഏറ്റവും സീനിയറായ ഞങ്ങളുടെയൊക്കെ നേതാവ് കാരമ്പിൽ രാമകൃഷ്ണൻ മുൻ സ്പീക്കർ വരെ എന്നെ അഡ്വൈസ് ചെയ്തു. ഈ വെയിലൊക്കെ കൊണ്ടുവന്ന അവസാനം ഒരു സൂര്യാഘാതം വന്ന് കെടിപ്പിലായാൽ ഇലക്ഷൻ ബാധിക്കില്ലെന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ നമ്മുടെ കറേജ് കൊണ്ടും വിശ്വാസം കൊണ്ടും നമുക്കുള്ളൊരു ആത്മശക്തി കൊണ്ടും നടക്കുകയാണ്. ഇപ്പം ഏകദേശം 220ഓളം കിലോമീറ്റർ നടന്നു കാൽനടയായിട്ട്. എനിക്ക് അതിൽ നിന്ന് കിട്ടിയൊരു ആത്മവീര്യമുണ്ട്. 5 വർഷം MP ആയിരിക്കും, 2 വർഷം കോവിഡ് മൂലം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 3 വർഷമാണ് MP ആയിട്ട് ശരിക്കും വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് ആളുകൾക്ക് ഉള്ള പ്രതീക്ഷ മുഴുവൻ എത്തിയോന്ന് എനിക്ക് തന്നെ എൻ്റെ മനസ്സിനോട് ചോദ്യമുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായി, ഗ്രാമത്തിലേക്ക് നഗരത്തിൽ പോയപ്പോൾ ആളുകളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ്, സ്വീകാര്യത, അവർ നമ്മളെ ചേർത്ത് നിർത്തുന്നത്, അവർ നമ്മളോട് ചെവിയിൽ വന്ന് സ്വകാര്യം പറയുന്നത്, ലൈക്ക് ചെയ്യുമ്പോൾ അവർ പറയുന്നത്, അവരുടെ ഹൃദയത്തിനുള്ളിൽ നിന്നുള്ള ഒരു ലൈക്ക്, ഇതന്നെയാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. സ്നേഹ സന്ദേശ യാത്ര മണ്ഡലങ്ങളിലൂടെ നടത്തുകയാണ്. അത് എന്താണ് അതിൻ്റെ ഒരു കാരണം? പ്രത്യേകിച്ച് മുൻപെങ്ങുമില്ലാത്ത വിധം ഒരു ജാതീയമായ അല്ലെങ്കിൽ അത്തരം ചിന്തകളെല്ലാം തന്നെ കടന്നു വരുന്നുണ്ട് വോട്ടർമാർക്കിടയിലേക്ക്. ആ രീതിയിലുള്ള ഒരു പ്രചാരണ പരിപാടികൾ അതിനെ പ്രതിരോധിക്കുന്നത് കൂടി അതിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും നമ്മളത് അത്ഭുതപ്പെടുത്തുകയാണ്, നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ്. വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഒരു ലോകമായി മാറുക. എന്തൊരു സങ്കടം. നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലെ പലതും കാണാറുണ്ട്. ഇത് കേരളമാണ്. നമ്മൾ കേരളത്തിലെ ആളുകൾ, നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നെ കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും BJPയും RSSും ഇതൊക്കെ ഇവിടെ ഉണ്ട്, പണ്ടേ ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. പക്ഷെ എല്ലാവരും തമ്മിൽ ഒരു പക്ഷേ മറ്റു പലയിടത്തും ഇല്ലാത്തതിനേക്കാൾ വലിയൊരു ആത്മബന്ധം എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടാൽ ഹലോ, ചിലപ്പോൾ ലാസലാം എന്ന് പറയും. ഞാനൊരു BJPക്കാരനെ കണ്ടാൽ നമസ്കാരം, സുഖല്ലേ എന്ന് വയ്ക്കും. ഞാനൊരു മുസ്ലിം ലീഗറിനെ കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് പറയും. ഇത് നമ്മുടെ നാടിനൊരു സംസ്കാരവും കൾച്ചറാണ് ഈ ചേർത്ത് നിർത്തുന്നത്. പക്ഷെ ഭയങ്കരമായി വെറുപ്പ് പ്രചരിപ്പിക്കുകയാണ്. വെറുപ്പിൻ്റെ ഫാക്ടറി തുറക്കിയിരിക്കുകയാണ്. അത് പ്രത്യേകിച്ചും ഞങ്ങളുടെ ആശങ്ക, തൃശ്ശൂർ ഈ എല്ലാ വിശ്വമതങ്ങളുടെയും പ്രവേശന കവാടം ഒരുക്കിയ സ്ഥലമാണ് തൃശ്ശൂർ. ഭയങ്കരമായൊരു കമ്മ്യൂണൽ ഹാർമണിയുള്ള സ്ഥലമാണ്. BJP അങ്ങനെ താങ്കളെ കോൺഗ്രൈസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര. നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയേ, നിങ്ങൾ സമൂഹ മാധ്യമങ്ങളെ വിലക്കെടുത്ത്, പെയ്ഡ് ആളുകളെ വിലക്കെടുത്ത്, ഞാൻ നേരത്തെ തന്നെ റീഡ് ചെയ്തിരുന്നു. എറണാകുളത്ത് ചില ബ്ലോഗർമാരെയും യൂട്യൂബുകാരുടെയും യോഗം അഖിലേന്ത്യാ BJPയുടെ അഖിലേന്ത്യാ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി തന്നെ പങ്കെടുത്ത് വിളിച്ചിരുന്നു. ആ യോഗത്തിൽ വിളിച്ചിട്ട് അവർ ഫോക്കസ് ചെയ്ത് മുഴുവൻ തൃശ്ശൂരാണ്. തൃശ്ശൂർ LDFനല്ല ഫോക്കസ് ചെയ്യുന്നത്. ഓൺലി സിംഗിൾ മാൻ
ഒരു കാരണമുണ്ട്. എന്നെ ഇന്ത്യയുടെ പാർലമെന്റിന് 5 തവണ സസ്പെൻഡ് ചെയ്തു. എന്തിനാ? ഞാൻ പ്രധാനമന്ത്രി പാർലമെന്റിനകത്തിരിക്കുമ്പോൾ ഞാൻ വിരൽ ചൂണ്ടിയിട്ട് പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ സ്കോളറൊന്നുമല്ല, ഞാൻ വലിയ പണ്ഡിതനോ സ്കോളറോ ഭാഷാ വൈദഗ്ധ്യമുള്ള ആളൊന്നുമല്ല. പക്ഷേ എനിക്ക് എൻ്റേതായ പരിമിതി നിന്നുകൊണ്ട് ആ പരിമിതി കൊണ്ട് ഞാൻ ചോദിച്ച എന്നെ 5 പ്രാവശ്യം പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ അവർക്ക് പലരും കണ്ണിലെ കരടാവും. അവർക്ക് ആഗ്രഹം ഉണ്ടാവും, ഒരു കാരണവശാലും തൃശ്ശൂരിൽ നിന്ന് എന്നെ പോലെ ആൾ ഇന്ത്യൻ പാർലമെന്റിൽ വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. തീവ്ര മുസ്ലിം സംഘടനകളോട് താങ്കൾക്ക് അടുപ്പമുണ്ടെന്നപ്പോൾ ബോധപൂർവ്വം അവർ പ്രചരിപ്പിക്കണം. നോ, കറക്റ്റ് തെറ്റായ ഫോൾസായ റിപ്പോർട്ട്. ഞാൻ ഒരാള് നിസ്കാരത്താഴുമ്പോൾ ഒരാളെ നെറ്റിയിൽ തൊപ്പി വെച്ച ഒരാളെ ഇടത്തോട്ട് മുണ്ടെടുത്ത ഒരാളെ കണ്ടാൽ ഞാൻ മിണ്ടാണ്ട് പോകണമെന്നാണോ പറയുന്നത്? നോ, അതിനെന്നെ കിട്ടത്തില്ല. ഞാൻ ബിഷപ്പുമാർ പങ്കെടുക്കുന്ന പരിപാടിയിലും അച്ഛന്മാർ പങ്കെടുക്കുന്ന പരിപാടിയിലും സിസ്റ്റേഴ്സ് പങ്കെടുക്കുന്ന പരിപാടിയിലും പോയി പിന്നെ ബൈബിളിനെ കുറിച്ച് പ്രസംഗിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഒരു പ്രസംഗം കേട്ടിട്ട് ഒരു ബിഷപ്പ് പറഞ്ഞു, നമുക്കിനി ഈ നമ്മുടെ ഈ ബൈബിൾ കൺവെൻഷനൊക്കെ ഇനി വേറെ ആരെയും വിളിക്കണ്ട, നമുക്ക് പ്രതാപനെ പിന്നെ വിളിച്ചാൽ മതി. ഞാൻ നന്നായി മഹാഭാരതത്തെ പറ്റി പറയും, ഞാൻ നന്നായി പിന്നെ ഗീതനെ പറ്റിയും പറയും, ഞാൻ പിന്നെ വായിച്ചു പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്, ഖുറാനെ പറ്റി പറയും. വക്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വേറെ എന്തെങ്കിലും പറഞ്ഞോട്ടെ, എൻ്റെ രാഷ്ട്രീയം പറഞ്ഞതിനെ എതിർക്കാം, എൻ്റെ ഏതെങ്കിലും പിന്നെ മറ്റു പോരായ്മ പറഞ്ഞ് തീർക്കാം. മനുഷ്യൻ തമ്മിലുള്ള ബന്ധത്തെയും സൗഹൃദത്തെയും ഒക്കെ എനിക്കൊരു നിലപാടുണ്ട്. ഞാൻ ആ നിലപാട് 18 ഒരിക്കൽ കൂടി ആക്കുകയാണ്. ഞാൻ ഒരു ഫാസിസ്റ്റുകളുമായി സന്ധിയില്ല. ഞാൻ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കും, അതേപോലെ ന്യൂനപക്ഷ ഫാസിസത്തെയും എതിർക്കും. രാജ്യത്ത് മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പിന്നെ ഒരു ഫാസിസത്തെയും ഞാൻ പിന്തുണയ്ക്കില്ല. പക്ഷേ ഒരാൾ കഴുത്തിൽ കുരിശുമാലിട്ടതിൻ്റെ പേരിൽ അവനെ ഒരു സൗഹൃദം കാണിക്കരുതെന്ന് പറഞ്ഞാൽ എന്നെ അതിന് കിട്ടില്ല. ഒരാളുടെ നെറ്റിയിൽ നിസ്കാരത്തഴമ്പുണ്ട്, അവന് കൂടെ സൗഹൃദം കാണിക്കുന്ന അതിനും എന്നെ കിട്ടില്ല. അതേപോലെ തന്നെ ചന്ദനക്കുറിയിട്ട് കാവ്യമുണ്ടിട്ട് ഒരുത്തനെ അവനെ സംഖ്യയാക്കി, ചന്ദനക്കുറിയുടെയും കാവ്യമുണ്ടിട്ട് അവനൊക്കെ സംഖ്യയാക്കി പ്രഖ്യാപിച്ചാൽ അതിനും എന്നെ കിട്ടില്ല. നിലപാടാണ് വലുത്. നിലപാട് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടോ തെരഞ്ഞെടുപ്പിന് 4 വോട്ടിന് വേണ്ടിയിട്ടോ ഒരു സ്ഥലത്തും പണയം വെക്കില്ല. എവിടം വരെ ഫൈറ്റ് ചെയ്യും. 5 തവണത്തെ സസ്പെൻഷൻ ഞാൻ താമ്രപത്രമായി കണക്കാക്കണം. നിലപാടിന് പേര് കിട്ടിയ സസ്പെൻഷനാണ്. ആവർത്തിക്കും. എനിക്ക് അവസരം കിട്ടിയാൽ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഫാസിസത്തിനെതിരെ ഞാൻ അവസാന പോരാട്ടം നടത്തും. ഞാൻ 18 ഒരു കാര്യം കൂടി വ്യക്തമാക്കണം. ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിനോട് കോംപ്രമൈസ് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ കേന്ദ്രമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏത് വലിയ പദവി തരാം, നാളെ തരാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഈ തൂക്കുകയറിൽ നിങ്ങളെ കഴുത്ത് തൂക്കുകയറിൽ ഇടും എന്ന് പറഞ്ഞാൽ, ഫാസിസത്തോട് കോംപ്രമൈസ് ചെയ്ത് വൻ പദവി സ്വീകരിക്കുന്നതാണ് വലുത് ഫാസിസത്തോട് പോരാടി രക്തസാക്ഷിത്വം വരിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരു നിലപാടുള്ള ആളാണ്. ആ നിലപാടിൽ ഇനി ദൈവം തമ്പുരാൻ ഒഴിച്ച ഒരാൾക്കും എന്നെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. പ്രധാനമന്ത്രി ഏതാണ്ട് നേരിട്ട് ഇറങ്ങി അവരോധിക്കുകയായിരുന്നു BJP സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. അത്തരം വലിയ പ്രചാരണങ്ങൾ, സുരേഷ് ഗോപിയെ പോലൊരു താരപ്രഭ, ഇതെല്ലാം ഒരു കഴിഞ്ഞ തവണ അതിജീവിച്ചു, ഇത്തവണ കുറെ കൂടി ശക്തരാണെന്ന് പറയും. എങ്ങനെയാണ് വലിയ ഒരു സംശയം വേണ്ട. തൃശ്ശൂരിലെ ജനങ്ങൾ പാർലമെന്റ് ഇലക്ഷന്റെയും നിയമസഭാ ഇലക്ഷന്റെയും പഞ്ചായത്ത് ഇലക്ഷന്റെയും വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസമാണ്. പിന്നെ തൃശ്ശൂരിലെ ആളുകൾ നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. തൃശ്ശൂർ ഭയങ്കരമായി ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്നവരാ. ഓരോ ആളുകളുടെ നിലപാടുകളെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കും. നല്ല പ്രധാനമന്ത്രി ഇനിയും വരട്ടെ, ആഭ്യന്തരമന്ത്രി ഒന്നുകൂടി വരട്ടെ, മോഹൻ ഭാഗത്ത് വീണ്ടും വരട്ടെ. എല്ലാ പണം ഞാൻ ഇപ്പോൾ പുറത്ത് കേൾക്കുന്ന വാർത്തകൾ എനിക്ക് ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. 100 കോടി രൂപ ചെലവഴിച്ചായാലും തൃശ്ശൂർ ഞങ്ങൾ പിടിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് നേരിട്ട് തൃശ്ശൂരിൽ ഇറങ്ങിയിരിക്കുന്നതെന്ന് പറയേണ്ടായി. ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ 100 കോടിയും ആഭ്യന്തരമന്ത്രിയുടെയും ഇടപെടലും, മറുഭാഗത്ത് കേരള ഗവൺമെന്റ് റവന്യൂ മന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണവും നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ, പണാധിപത്യം ഭയങ്കരമായി കൊഴുപ്പ് കൂട്ടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ ചേർത്ത് നിർത്തി നിലപാട് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകും. ഏറ്റവും അടുത്ത സുഹൃത്തു കൂടി എതിരാളിയായിട്ട് രംഗത്തുണ്ട്. സുനിൽ എന്റെ സുഹൃത്താ. ഞാൻ സുനിലേക്കാൾ സീനിയറാണ് പഠിക്കുന്ന കാലത്ത്. നാട്ടിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചു. ഞാൻ പിന്നെ സുനിൽ പിന്നെ കേരളമേൽ പോയത്. സുനിൽ പിന്നെ വ്യക്തിപരമായി എൻ്റെ ഒരു സുഹൃത്താണ്. രാഷ്ട്രീയം വേറെ, സൗഹൃദം വേറെ. ഞാൻ നാളെ സുനിലിനെ പാർലമെന്റ് ഇലക്ഷനിൽ തോൽപ്പിച്ചാലും സുനിലുമായിട്ടുള്ള എൻ്റെ വ്യക്തിബന്ധം ഒരിക്കലും പോകില്ല. ഫ്രണ്ട്ഷിപ്പ് എന്നും നിലനിൽക്കും. സുരേഷ് ഗോപിയോടും എനിക്ക് സൗഹൃദമായിരുന്നു. ഞാൻ നാട്ടിക MLA ആയിരിക്കുന്ന കാലത്ത് അതായത് 2-3 തവണ നാട്ടിക ബീച്ച് ഫെസ്റ്റിവൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ചെണ്ട എന്നോട് ചോദിച്ചു. ഞാൻ അന്ന് കുട്ടന്മാരോട് പറഞ്ഞിട്ട് എല്ലാം തികഞ്ഞ ചെണ്ട അദ്ദേഹത്തിന് സമ്മാനമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വേറെ. ഇതൊരു ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ദേശീയ തലത്തിൽ വർഗീയതയ്ക്കെതിരെയുള്ള ഫാസിസത്തെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. സൂർബന്ധമായി നിലനിൽക്കും. തെരഞ്ഞെടുപ്പിന് ശേഷവും ആ നല്ല ബന്ധങ്ങൾ തുടരും.
ആരൊക്കെ തമ്മിലാവും പ്രധാന മത്സരം? യാതൊരു അംശവും വേണ്ട. LDF UDF തമ്മിലായിരിക്കും. അവസാന ലാപ്പിൽ LDF UDF തമ്മിൽ ഓടും. ലാസ്റ്റ് ലാപ്പിൽ UDF വിക്ടറി നേടും. കാത്തിരുന്നോളൂ. കൗണ്ട് ഡൗൺ തുടങ്ങിക്കോളൂ. ഇലക്ഷൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നാൽ നിങ്ങൾ കൗണ്ട് ഡൗൺ ചെയ്തോ. വേറെ ചില ചാനലുകാർ ഈ സ്പോൺസേഡ് സർവേ നടത്തി കൊടുക്കുന്ന പോലെ 18 കൊടുക്കില്ല ഞാൻ വിശ്വസിക്കുകയാണ്. സ്പോൺസേഡ് സർവേ ഉണ്ട്. ആ സർവേക്കാർ പറയാണ് തൃശ്ശൂരിൽ 2ാം സ്ഥാനത്ത് NDA വരും, BJP വരുമെന്ന്. അരിയാഹാരം കഴിക്കുന്ന ആളുകൾ തൃശ്ശൂരുണ്ടെന്നുള്ളത് പലരും കാണുന്നില്ല. താൽക്കാലിക റേറ്റിങ്ങിന് വേണ്ടി ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ അവരുടെ ക്രെഡിബിലിറ്റി പോകും. ക്രെഡിബിലിറ്റി പോകാതെ 18 കാത്തു സൂക്ഷിക്കട്ടെ. നിങ്ങൾ റിയാലിറ്റി വരട്ടെ എന്ന് ആശിക്കുന്നു. എൻ്റെ ഒരു ലൈക്ക് കൂടി ഞാൻ ഷെയർ ചെയ്യാം. എല്ലാ ആശംസകളും. താങ്ക് യു. എന്തായാലും ആത്മവിശ്വാസം തന്നെയാണ് TN പ്രതാപന്റെ മുതൽക്കൂട്ടും കരുത്തുമെല്ലാം. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ ഇടതുമുന്നണിക്ക് സർവാധിപത്യമുണ്ടായിട്ടും തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വിജയിച്ച് മുന്നേറാൻ കഴിയുന്നത് തന്നെയാണ് അദ്ദേഹം അടയാളപ്പെടുത്തുന്നത്.